ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് കുറച്ച് നല്ലോണം പഴുത്ത പഴം തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ രസകദളി പഴമാണ്, അതിലൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. പൊതുവേ തോല് കറുത്ത് കഴിഞ്ഞാൽ പഴം കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യും. ഇത് ആവിയിൽ വേവുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിന് വളരെ നല്ലതുമാണ്. അപ്പോൾ ആദ്യം പഴം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നമുക്കിത് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര പാവ് കാച്ചി അരിച്ചൊഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. കരടൊന്നും ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ അല്പം ചീകി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 പഴത്തിന് ഏകദേശം 1 കപ്പ് ശർക്കര ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. 4-5 ഏലക്ക ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്തത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ശർക്കര പാവ് കാച്ചി ഒഴിക്കുകയാണെങ്കിൽ അധികം വെള്ളം ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുമ്പം തീരെ ലൂസാവാതെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതായാലും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഒരു ബാറ്റർ കുഴച്ച് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് വാഴയിലാണ് കേട്ടോ വേണ്ടത്. വാഴയില ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ അടയൊക്കെ റെഡിയാക്കി എടുക്കൂലേ, ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി ലോക്കാക്കി കൊടുക്കുക. എന്താ പറയുക, നമ്മൾ ഈ പൊതിച്ചോറൊക്കെ പൊതിയില്ലേ, അതുപോലെ തന്നെ പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതാ ഒരു സൈഡിൻ്റെ ഉള്ളിലേക്ക് മടക്കി ഞാനിതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ഇല ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇതുപോലെ നമുക്കെല്ലാം ഒരു ബുക്ക് പോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇല ഇങ്ങനെ മടക്കുമ്പം കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. കുറച്ച് തളിരിലയാണെങ്കിൽ അങ്ങനെ കീറുന്ന പ്രോബ്ലം വരില്ല. അപ്പോൾ ഇതുപോലെ ഓരോ ഉരുളയായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാം അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു മാവ് കുഴച്ച് റെഡിയാക്കിയില്ലേ, അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് മടക്കി റെഡിയാക്കി എടുക്കാം. ഒരുപാട് മാവ് വാരി വെച്ചിട്ട് ഉണ്ട പോലെ ആക്കി വെക്കരുത് കേട്ടോ, എന്നാൽ ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നല്ല പരത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലതുപോലെ വെന്ത് കിട്ടും. എല്ലാം അതുപോലെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ആവി പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. സ്നാക്കിലേക്ക് വെള്ളം തിളച്ച് കഴിയുമ്പം അധികം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ഒരു അപ്പങ്ങളൊക്കെ മാറ്റാം. എല്ലാം ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം നമുക്കിത് മൂടിയിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇലയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് വേർപെട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ ചൂട് ചായക്കൊപ്പം ഈ ഒരു സ്നാക്കും കൂടി സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.